ത്രിലോകങ്ങളിലും വെച്ച് സുന്ദരീരത്നമായ സീതാദേവിയെ കുറിച്ചുള്ള രാവണൻ്റെ വിശദീകരണം, കാമന് അധീനനായിപ്പോയ രാവണൻ്റെ വിശദീകരണം മുഴുവൻ കേട്ട് കുംഭകർണൻ കോപിച്ചുകൊണ്ട് പറയും, ഏതായാലും അനർത്ഥമുണ്ടായി. ഇത് അന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. വേണ്ടപ്പോൾ വേണ്ട വിധം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രാജാവിന് പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. എന്തായാലും അങ്ങിത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യത്തിന് രാമൻ അങ്ങയെ കൊന്നിട്ടുമില്ല. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം. രാമനെ കൊന്ന് കുരങ്ങന്മാരെയെല്ലാം തിന്ന് ഞാൻ മൈഥിലിയെ അങ്ങയ്ക്ക് സമ്മാനമായി നൽകിക്കൊള്ളാം. അങ്ങ് വേണ്ടുവോളം കുടിച്ച് സ്വൈര്യമായി രമിച്ചുകൊള്ളുക. ഈ സമയത്താണ് മഹാപാർശ്വന്റെ ഉപദേശവും ഉണ്ടായിരുന്നു. മഹാപാർശ്വൻ പറഞ്ഞു, ബലാത് കുക്കുടവൃത്തേന പ്രവർത്തസ്വ മഹാബല. ബലമായി കുക്കുടവൃത്തി ചെയ്യണം. അവളെ ആക്രമിച്ച് അനുഭവിക്കണം അങ്ങ്. ഈ സമയത്താണ് രാവണൻ തനിക്ക് ബാധിച്ച, താൻ പറയാതെ സൂക്ഷിച്ചു വച്ച രഹസ്യത്തെ വെളിപ്പെടുത്തുന്നത്. മഹാപാർശ്വനോട് പറഞ്ഞു, മുമ്പൊരിക്കൽ ആകാശത്ത് പിതാമഹ സവിധത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന പുഞ്ചികസ്ഥല എന്ന ദേവസുന്ദരിയെ അഗ്നിശിഖ പോലെ ഞാൻ കണ്ടു. ചിരിച്ചുകൊണ്ട് അവളെ വിവസനയാക്കി. അങ്ങനെ ഇളക്കിമറിച്ച താമരപ്പൊയ്ക പോലെ അവളെ കണ്ട് സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മദേവൻ കോപിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇനിമേൽ പരസ്ത്രീയെ ബലാത്കാരം ചെയ്താൽ നിന്റെ തല 100 പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന്. അതുകൊണ്ട് എനിക്ക് ബലമായി നാരീഗമനം ചെയ്യാൻ സാധ്യമല്ല മഹാപാർശ്വ. ഇങ്ങനെ നെഞ്ചിൽ ഭോഗരാശിയും ചിന്താവിഷയവും സുസ്മിത തീഷ്ണദംഷ്ട്രയും പഞ്ചാങ്കുലി പഞ്ചശിരസുമുള്ള സീതയെന്ന മഹാസർപ്പത്തെയാണ് നീ പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് ദാശരഥിക്ക് രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്തു. എന്നാൽ ഇതൊന്നും മനസ്സിലാകുന്ന വിധത്തിലായിരുന്നില്ല രാവണന്റെ മനോവിചാരങ്ങളെല്ലാം. ഹിതമായ വാക്കുകൾ വിഭീഷണൻ വെടുപ്പായി പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടും കാലപ്രചോദിതനായി തീർന്ന രാവണൻ വളരെ പരുഷമായിട്ടാണ് വിഭീഷണന് മറുപടി കൊടുത്തത്. വിഭീഷണനോട് പറഞ്ഞു, ആത്മശത്രു ഒന്നിച്ചോ അത്യുഗ്ര വിഷമുള്ള ക്രൂധനാഗത്തോടൊന്നിച്ചോ, വേണ്ടി വന്നാൽ ഒരു ദിവസം മുഴുവൻ, അല്ല കാലങ്ങളോളം ഞാൻ വേണമെങ്കിൽ താമസിക്കാം. എന്നാൽ മിത്രം എന്ന പേരിൽ ശത്രു സ്നേഹിതൻ ഒന്നിച്ച് വസിക്കുന്നത്, ഹാ രാക്ഷസ വിഭീഷണ, അതൊരിക്കലും സാധ്യമല്ല. ഒരുവന് വ്യസനം വന്നാൽ മിത്രമാണെന്ന് നടിക്കുന്നവന് യഥാർത്ഥത്തിൽ സന്തോഷമാണ് വരിക. നിന്റെ കാര്യവും ഇപ്പോൾ അങ്ങനെയാണ് വിഭീഷണ. അതുകൊണ്ട് പ്രമുഖനും ശക്തനും ധർമ്മിഷ്ഠനും ശൂരനും വിജ്ഞനുമായ ബന്ധുവിനെ ബഹുമാനിക്കുകയില്ലെന്നു മാത്രമല്ല, അധപ്പതിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നീ. എല്ലായ്പ്പോഴും സ്നേഹം നടിക്കുന്നവൻ ആപത്തിൽ ദ്രോഹകൃത്യങ്ങളാണ് ചെയ്യുക. ഹൃദയം തുറന്നു കാണിക്കാത്തവർ ഘോരന്മാരായ ബന്ധുക്കളാണ്. അവർ ഘോരന്മാരാണ്. അവരെ ഭയങ്കരന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ആളിക്കത്തുന്ന അഗ്നി, നിശിതങ്ങളായ ആയുധങ്ങൾ, ബലമുള്ള പാശം, ഇവയിൽ നിന്നൊന്നുമല്ല നമ്മൾ എപ്പോഴും ഭയപ്പെടേണ്ടത്. സ്വാർത്ഥികളായ ക്രൂര ബന്ധുക്കളാണ് നമുക്ക് എപ്പോഴും ആപത്തുകൾ ഉണ്ടാക്കുക. നമ്മളെ ബന്ധിക്കാനുള്ള മാർഗം എന്താണെന്ന് അവരാണ് ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഗോക്കളിൽ ലക്ഷ്മി അധിവസിക്കുന്നു എന്ന് പറയാറുണ്ട്. വിപ്രന്മാരിൽ ദമം എന്ന് പറയുന്നത് ശമം, ദമം, തപസ്, ശൗചം, ഇതെല്ലാം ബ്രാഹ്മണന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധിയും ബാഹ്യശുദ്ധിയുമാണ് ശമവും ദമവും. അതുകൊണ്ട് വിപ്രന്മാരിൽ ദമമാണ് ഉണ്ടാകുക. തരുണികളിൽ ചാപല്യം ഉണ്ടാകും. ബന്ധുക്കളിൽ ഭയവും ഉണ്ടാകും. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് രാവണൻ വിഭീഷണൻ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയുകയാണ്. വീണ്ടും പറഞ്ഞു രാവണൻ, ലോകങ്ങളുടെ മുഴുവൻ പൂജയേറ്റ് ഐശ്വര്യം നേടി അരികളുടെ ശിരസിൽ പാദമൂന്നി വാഴുന്ന എന്നെ കാണുമ്പോൾ നിനക്ക് സുഖമുണ്ടാകുന്നില്ല അല്ലേ വിഭീഷണ? നീചബുദ്ധികളോട് കൂടിയിട്ടുള്ള വീഴ്ച, ആ
കൂട്ടുകെട്ട് താമരയിലയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ പറ്റിപ്പിടിച്ചൊരിക്കലും നിൽക്കുകയില്ല. കൊതിയുള്ള ഒരു വണ്ട് പൂവിലുള്ള തേൻ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപേക്ഷിക്കുകയല്ലേ പതിവ്. അങ്ങനെയാണ് നീചന്മാരുടെ സ്നേഹം. ആ സ്നേഹമാണ് നിനക്കിപ്പോൾ എന്നോടുള്ളത്. കാശപുഷ്പത്തെ നുകർന്നാൽ ഭ്രമരങ്ങൾക്ക് നറുതേൻ കിട്ടുമോ? അതുപോലെയാണ് നീചന്മാരുടെ സ്നേഹം. നല്ല പോലെ സ്നാനം ചെയ്ത ഗജേന്ദ്രൻ കരയ്ക്ക് കയറിയാൽ തുമ്പിക്കൈ കൊണ്ട് പൊടിയെടുത്ത് മണ്ണെടുത്ത് ദേഹം മുഴുവൻ മലിനമാക്കുകയല്ലേ പതിവ്. ഇതുപോലെയാണ് വിഭീഷണ നീചന്മാരുടെ സ്നേഹം. ശരത്കാലത്തിൽ ഒരുപക്ഷെ ഇടിവെട്ടും ഇടിമിന്നലും ഉയർന്ന് ഇടിമുഴക്കി മഴ പെയ്തേക്കാം. എന്നാൽ വെള്ളത്തിൻ്റെ നനവ് ഭൂമിയിൽ നിൽക്കുകയില്ല. ഇതുപോലെയാണ് വിഭീഷണ നീചന്മാരുടെ സ്നേഹം. ഇങ്ങനെ ഉദാഹരണ സഹിതം വിഭീഷണൻ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പൊള്ളത്തരം വിളിച്ചു പറയുകയാണ് രാവണൻ. അഗ്രജന്റെ പരുഷ വാക്കുകളെല്ലാം കേട്ടു വിഭീഷണൻ. കേട്ടുനിന്നു. അഗ്രജൻ പറഞ്ഞു, ഹേ നിശാചര, മറ്റൊരുവൻ ഈ സദസ്സിലിരുന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവൻ ബാക്കിയുണ്ടാവുകയില്ല. വംശദൂഷകനാണെങ്കിലും മഹാമോശക്കാരനാണെങ്കിലും നീ എൻ്റെ അനുജനായി ജനിച്ചു പോയല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പരിധി വിട്ട അഗ്രജന്റെ വാക്കുകൾ കേട്ട രാവണന്റെ വാക്കുകൾ കേട്ട വിഭീഷണൻ ഉടനെ തന്നെ തൻ്റെ ഗദയുമെടുത്ത് എഴുന്നേറ്റു. സ്നേഹസമ്പന്നരായ 4 രാക്ഷസ സഹചരന്മാരോടൊന്നിച്ച് പെട്ടെന്ന് തന്നെ നഭസിലേക്ക് ഉയർന്നു. ലങ്കയെ ഉപേക്ഷിച്ച്, രാവണനെ ഉപേക്ഷിച്ച്, സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് വിഭീഷണൻ ലങ്കയോട് യാത്ര പറയുവാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും മഹാനുഭാവനായ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവിനോട് അല്പം കോപത്തിൽ തന്നെ വിഭീഷണൻ പറഞ്ഞു, പ്രഭു, അവിടുന്ന് എൻ്റെ അഗ്രജനാണ്. ഇഷ്ടം പോലെ എന്തു പറയുവാനും അധികാരമുണ്ട്. പിതാവിനെ പോലെ അഭിവന്ദ്യനാണ് ജ്യേഷ്ഠ സഹോദരൻ. എന്നാൽ അവിടുന്ന് ഒരിക്കലും ധർമ്മസ്ഥനല്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ഈ പാഴ്ശകാരത്തെ പൊറുക്കുവാൻ അശക്തനാണ്. അഭിവൃദ്ധിയും സുഖവും ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ കാലത്തിൻ്റെ പിടിയിൽ, കാലൻ്റെ പിടിയിൽ പെട്ടുപോയ അങ്ങേക്ക് ഒരിക്കലും ഇതൊരു കഥയായി തോന്നുകയില്ല. അതുകൊണ്ട് മഹാരാജാവേ, എപ്പോഴും പ്രിയമോതുവാൻ ധാരാളം ആളുകൾ ഉണ്ടാവും. അപ്രിയമാണെങ്കിലും പഥ്യമായ കാര്യങ്ങൾ പറയുന്നവനും കേൾക്കുന്നവരുമൊക്കെ ചുരുക്കമാണ്. ഈ പറഞ്ഞ വാക്ക്, വിഭീഷണൻ പറഞ്ഞ ഈ വാക്കിനെ വർത്തമാനകാലത്തിൻ്റെ നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ വെച്ചുകൊണ്ട് നാം ഒരു വിലയിരുത്തലിന് നിൽക്കണം. പറഞ്ഞ വാക്ക് എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. എപ്പോഴും പ്രിയമോതുവാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലതും ചെയ്യിപ്പിക്കുവാൻ ധാരാളം പേരുണ്ടാകും. അപ്രിയമാണെങ്കിലും പഥ്യമായ കാര്യങ്ങൾ പറയുന്നവനും, ആ അപ്രിയമായ കാര്യം അപ്രിയമായിട്ടാണ് തോന്നുമെങ്കിലും തനിക്ക് പഥ്യമാണ്, പക്ഷെ അത് കേൾക്കുന്നവരും അനുസരിക്കുന്നവരും ചുരുക്കമാണ്. എല്ലാറ്റിനെയും സംഹരിക്കുന്ന ആ കാലപാശം കൊണ്ട് കെട്ടപ്പെട്ട് നശിക്കുന്നവനെ, അഗ്നിക്കിരയായ ഭവനത്തെ എന്ന പോലെ അങ്ങയെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയല്ലാതെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. രാമൻ പൊൻകെട്ടിയ രാമന്റെ ബാണങ്ങളുണ്ട്. എരിയുന്ന ചെന്തീജ്വാലകൾ പോലെയാണ് ആ ശരങ്ങളെല്ലാം. ആ കൂർത്ത ശരങ്ങൾ ഈ ലങ്ക നിറയും. അതുകൊണ്ട് ശരീരം ഛിന്ന ഭിന്നമായി അങ്ങ് മണ്ണിൽ വീഴുന്നത് കാണുവാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല. ബലവാന്മാരും ശൂരന്മാരും യുദ്ധക്കളത്തിൽ അസ്ത്രാഭ്യാസ സമർത്ഥരും കാലക്കേട് വന്നു ചേർന്നാൽ മണൽ ചിറ പോലെ തകർന്ന് തരിപ്പണമായേക്കും. എൻ്റെ ഗുരുസ്ഥാനത്തിരിക്കുന്ന അവിടത്തെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങ് തൽക്കാലത്തേക്ക് ക്ഷമിക്കൂ. ഏത് വിധത്തിലെങ്കിലും ഈ ലങ്കാരാജ്യത്തെയും അവിടത്തെയും രാക്ഷസ വംശത്തെയും രക്ഷിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ല അങ്ങയുടെ വഴിയെങ്കിൽ അങ്ങ് സർവരെയും രക്ഷിക്കൂ. പ്രഭോ, അവിടത്തേക്ക് സ്വസ്തി സംഭവിക്കട്ടെ. ഞാനിതാ പോകുന്നു. അവിടുത്തെ ഹിതങ്ങളെ അത്യധികം ആഗ്രഹിക്കുന്ന ഞാൻ തടുത്തു പറഞ്ഞതെല്ലാം അനിഷ്ടമായി അങ്ങേക്ക് തോന്നിയല്ലോ. വിനാശകാലത്തിൽ മിത്രങ്ങളുടെ ഹിതവാക്കുകൾ ഏതൊരുവനും കേൾക്കാൻ സാധിക്കുകയില്ല. ജീവിതം അവസാനിച്ച മനുഷ്യന് അവ എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? ഇത്രയും രാവണനോട് പറഞ്ഞതിന് ശേഷം വിഭീഷണൻ ശ്രീരാമലക്ഷ്മണന്മാർ അധിവസിക്കുന്ന പുണ്യപ്രദേശത്തിൽ അതിവേഗത്തിലെത്തി. മേരു ശൃംഗത്തെ പോലെ പ്രഭയാർന്ന അദ്ദേഹം അമ്പരമധ്യത്തിൽ ഇടിമിന്നലെന്ന പോലെ വെട്ടിത്തിളങ്ങി. ദശരഥ നന്ദനന്മാരുടെ സമീപത്തിരിക്കുന്ന വാനരന്മാർ
ആ വാനരന്മാരുടെ രാജാവായ ആ രാക്ഷസേന്ദ്രൻ ആയി തങ്ങളുടെ മുമ്പിൽ വന്ന വിഭീഷണനെ കണ്ട് ഘോരവിക്രമികളായ 4 അനുചരന്മാർ പോർച്ചട്ടയണിഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള ആയുധജാലങ്ങളോടുകൂടി വന്നു നിൽക്കുന്നത്, ആ വന്നു നിന്ന അവരുടെ ശരീരത്തിൽ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ദിവ്യരത്നാഭരണങ്ങളും എല്ലാം ധരിച്ചിട്ടുള്ള അവർ അങ്ങനെ വന്നു നിൽക്കുന്നത് കപീശ്വരനായിട്ടുള്ള സുഗ്രീവൻ സശ്രദ്ധം അവരെ നോക്കിയതിന് ശേഷം അല്പമൊന്ന് ആലോചിച്ചു. ഉടനെ തന്നെ തൻ്റെ സമീപത്തിരിക്കുന്ന അംഗദനോടും ജാമ്പവാനോടും ഹനുമാനും അടക്കമുള്ള സർവപ്രമുഖ കവികളോടായി സുഗ്രീവൻ പറഞ്ഞു, നോക്കൂ, സർവ ആയുധങ്ങളും ധരിച്ചൊരു രാക്ഷസൻ, അവൻ്റെ കൂടെ 4 സഖാക്കളും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. നമ്മളെ നിഗ്രഹിക്കുവാൻ ഒരുങ്ങിയിട്ടാകണം അവർ വന്നു ചേർന്നിട്ടുള്ളത്, അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വാനര രാജാവിൻ്റെ അഭിപ്രായം കേൾക്കേണ്ട താമസം മർക്കടവീരന്മാരുടെ പരിഘ ബാഹുക്കളിൽ ഉടനെ തന്നെ മലകളും മാമരങ്ങളും നിറഞ്ഞു കഴിഞ്ഞിരുന്നു. സവിനയം അവരെല്ലാവരും ഒരുമിച്ച് സുഗ്രീവനോട് പറഞ്ഞു, പ്രഭോ, അവിടുന്ന് ആജ്ഞാപിച്ചാൽ മതി. ദുഷ്ടന്മാരായ രാക്ഷസന്മാർ മരിച്ചു വീഴുകയായി. വളരെ കുറച്ചു സമയം മാത്രമേ ഈ മായാവികൾക്ക് ജീവൻ ഉണ്ടാകൂ. ഈ ഹരിവരന്മാർ, ഈ കപീശ്വരന്മാർ ഇപ്രകാരം അന്യോന്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും വിഭീഷണൻ സാഗരത്തിൻ്റെ ഉത്തരതീരത്തിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നു. മാത്രമല്ല, ഈ കപിപ്രമുഖന്മാരെയും സുഗ്രീവനെയും നോക്കിക്കൊണ്ട് ആ അമേയ വിജ്ഞനായിട്ടുള്ള മഹാത്മാവ് വിഭീഷണൻ ഉച്ചത്തിൽ സുസ്പഷ്ടമായി സുഗ്രീവനോട് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, അനവരതം ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു അസുരേന്ദ്രനുണ്ട് ലങ്കാനഗരിയിൽ. ആ ചക്രവർത്തിയുടെ പേര് രാവണൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഞാൻ. എൻ്റെ പേര് വിഭീഷണൻ എന്നാണ്. ജനസ്ഥാനത്തിൽ നിന്ന് ജടായുവെന്ന പക്ഷിരാജാവിനെ വധിച്ച് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണൻ രാക്ഷസ സ്ത്രീകളെ കാവലാക്കി ദേവിയെ ലങ്കയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. സീതയെ ശ്രീരാമന് നൽകുകയാണ് യുക്തമെന്ന് പല കാരണങ്ങളും വ്യക്തമാക്കി ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മരിക്കാൻ തുടങ്ങിയവന് ഔഷധങ്ങൾ എന്ന പോലെ കാലപ്രചോദിതനായ അഗ്രജന് എൻ്റെ പഥ്യമായ വാക്കുകൾ അരോചകമായി തീർന്നു. ക്രോധം തന്നെ രൂപമെടുത്തതുപോലെയായി തീർന്നു ലങ്കേശ്വരൻ ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ. വെറുമൊരു ഭൃത്യനെ പോലെ എന്നെ അപമാനിക്കുകയും ചെയ്തു. നിരാലംബനായിട്ടുള്ള ഞാൻ എൻ്റെ ഗൃഹത്തെയും ഭാര്യാപുത്രന്മാരെയും പിരിഞ്ഞ് ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുന്നു. ഏതൊരു ജീവിക്കും അഭയമേകുന്നവനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ മഹാപ്രഭുവായ ശ്രീരാമനോട് വേഗത്തിലൊരു കാര്യം പറയുക, ലങ്കേശ്വരൻ്റെ അനുജൻ വിഭീഷണൻ വന്നിട്ടുണ്ട്. ഈ വിവരമൊന്ന് വേഗം പോയി പറയുക. എല്ലാം കേട്ട സുഗ്രീവൻ അടുത്ത ക്ഷണത്തിൽ ശ്രീരാമ സന്നിധിയിലെത്തി. സൗമിത്രി സഹിതനായിരിക്കുന്ന ആ മഹാപ്രഭുവിനോട്, ശ്രീരാമചന്ദ്രനോട് വളരെ സംഭ്രമത്തോടുകൂടി സുഗ്രീവൻ പറയുവാൻ തുടങ്ങി. വാനരേന്ദ്രനായിട്ടുള്ള സുഗ്രീവൻ കുറച്ചൊരു സംഭ്രമത്തോടുകൂടി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ അനുജൻ വിഭീഷണൻ 4 അനുചരന്മാരോടുകൂടി ഭവാനെ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. മന്ത്രം, സൈന്യം, നയം, ചാരത്വം എന്നിവയെ വാനരന്മാരുടെയും ശത്രുക്കളുടെയും ഓർമ്മ വയ്ക്കണേ. വീരാധിവീരനായ അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ. ഗൂഢസഞ്ചാരികളും കാമരൂപികളുമാണ് അരക്കന്മാർ, ആ രാക്ഷസന്മാർ. സൂത്രശാലികളും ശൂരന്മാരുമായ ഇവരെ ഒരിക്കലും അങ്ങ് വിശ്വസിക്കരുതേ. ഈ വന്നവർ രാവണ പെരുമാളുടെ ചാരനാകാനാണ് വഴി. നമ്മുടെ കൂട്ടത്തിൽ കടന്നുകൂടിയാൽ നമ്മുടെ ഇടയിൽ വലിയ അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കും ഇവർ. ഒരുപക്ഷെ ഈ വിദ്വാൻമാർ ഒന്നിച്ചു ചേർന്നാൽ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം നമുക്ക് ചെയ്യാതിരിക്കുകയില്ല അവർ. മിത്രബലത്തേക്കാൾ ഉറപ്പുള്ളതാണ് ഭൃത്യബലം. ഈ രണ്ടിനെയും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അതിബലത്തെ ഒരിക്കലും ആശ്രയിക്കാൻ, അരിബലത്തെ, ശത്രുക്കളുടെ ബലത്തെ ഒരിക്കലും ആശ്രയിക്കാൻ സാധ്യവുമല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമാണ് എന്ന് സുഗ്രീവൻ തൻ്റെ അഭിപ്രായത്തെ വ്യക്തമാക്കിക്കൊണ്ട് ശ്രീരാമനോട് പറയുകയാണ്. നിർത്തിയില്ല സുഗ്രീവൻ. തൻ്റെ മനസ്സിലുള്ള ആശങ്കകളെ ഓരോന്നായി ശ്രീരാമനോട് പറഞ്ഞു. ഇവൻ സ്വതവേ തന്നെ ഒരു രാക്ഷസൻ, വിശേഷിച്ചും മഹാശത്രുവായ രാവണന്റെ അനുജൻ. അല്ലയോ പ്രഭോ, ശത്രുക്കളുടെ അടുത്ത് നിന്നാണ് അവൻ വരുന്നത്. അവനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക?
ഒറ്റുനോക്കുവാൻ വേണ്ടി രാവണൻ വിട്ടതാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഏതൊരു ജീവിയുടെയും ആഗ്രഹപൂർത്തി വരുത്തുന്ന അലയോ ശ്രീരാമചന്ദ്ര, ഈ രാക്ഷസനെ നിഗ്രഹിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദശവദനന്റെ നിർദ്ദേശമനുസരിച്ച് ചതിക്കാൻ വന്നവനാണിവൻ. അതുകൊണ്ട് പ്രഭോ, അവിടത്തെ വിശ്വസിപ്പിച്ച് ദ്രോഹിക്കുവാൻ ഉറപ്പിച്ച് മായ സ്വീകരിച്ചു വന്നവനാണവൻ. ഗൂഢമായി ശത്രു സൈന്യത്തിൽ കടക്കുന്ന ബുദ്ധിമാനാണവൻ. തക്കം നോക്കി കൂമൻ കാക്കകളെ എന്ന പോലെ നമ്മളെ അവൻ വധിച്ചേക്കും. അമാത്യന്മാരും ഒന്നിച്ചു വന്ന ഈ രാക്ഷസനെ കഠിന ശിക്ഷ അനുഭവിപ്പിച്ച് നിഗ്രഹിക്കുക കൂടി ചെയ്യണം. എന്തു തന്നെയായാലും കൊടും ക്രൂരനായ രാവണന്റെ അനുജനല്ലേ വിഭീഷണൻ. അചിന്ത്യ വാക്വൈഭവമുള്ള ശ്രീരാമചന്ദ്രനോട് സർവ്വസൈന്യങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള സുഗ്രീവൻ ഏറ്റവും പരിഭ്രമത്തോടു കൂടിയിട്ടാണ് ഇപ്രകാരമുള്ള വാക്കുകളെല്ലാം വിളിച്ചോതിയത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് സ്വസ്ഥമായി മിണ്ടാതെ ഒരിടത്ത് സുഗ്രീവൻ മൗനമായിരുന്നു. ഉടനെ തന്നെ അതിയശസ്വിയായ ദാശരഥി തൻ്റെ അഭിപ്രായം കേട്ട് കുറച്ചൊരു മന്ദഹാസത്തോടുകൂടി ദൃഷ്ടികൾ ചുറ്റും നോക്കുന്നത് സുഗ്രീവൻ ശ്രദ്ധിച്ചു. ആ കാരുണ്യ ദൃഷ്ടികൾ സമീപത്ത് തൊഴുതു നിൽക്കുന്ന ഹനുമാൻ തുടങ്ങിയിട്ടുള്ള കബീന്ദ്രന്മാരിൽ വന്ന് പതിച്ചു. ഉടനെ തന്നെ ശ്രീരാമൻ തൻ്റെ അമൃതവാണികൾ മറ്റുള്ളവരോടായി പറയുവാൻ തുടങ്ങി. വാനരരാജ സുഗ്രീവൻ രാവണന്റെ അനുജനെപ്പറ്റി യുക്തിയുക്തവും അർത്ഥപൂർണവുമായ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ. കുഴഞ്ഞ കാര്യങ്ങളിൽ നന്മയുണ്ടാകുവാൻ ഉത്തമ സുഹൃത്തുക്കളുടെ നല്ല നല്ല ഉപദേശങ്ങൾ കേൾക്കുക തന്നെ വേണം. എൻ്റെ ഹിതകാംക്ഷികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അഭിപ്രായം എന്തായാലും ഓരോരുത്തരും തുറന്നു പറയും. ശ്രീരാമൻ ഇവിടെ മറ്റുള്ളവരോട് ഒരു ചർച്ചയാണ് നടത്താൻ പോകുന്നത്. ആ ചർച്ച നടത്താൻ വേണ്ടി രാമൻ ഉപയോഗിച്ചത് 4 വാചകങ്ങളാണ്. എന്നാൽ രാമന്റെ വാചകങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിശദീകരണം കൊടുക്കാൻ ഉടനെ തന്നെ ലക്ഷ്മണൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ രാമൻ പറഞ്ഞ ഉടനെ തന്നെ ബുദ്ധിമാന്മാരിൽ അഗ്രഗണ്യനായ ലക്ഷ്മണൻ അഗ്രജന്റെ ആശയത്തെ അറിയുന്ന ആ അത്ഭുത പരാക്രമി ആ ആശയത്തെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അലയോ ദേവ ശ്രീരാമചന്ദ്ര, 3 ലോകത്തിലും അവിടുന്ന് അറിയാത്ത എന്തൊന്നാണ് ഉള്ളത്? രഘുവംശദീപമായ അങ്ങയുടെ സ്നേഹബന്ധത്തെ കാണിക്കുവാൻ വേണ്ടി, ഞങ്ങളോടൊക്കെയുള്ള അങ്ങയുടെ സ്നേഹബന്ധത്തെ കാണിക്കുവാൻ വേണ്ടി അങ്ങ് ചോദിച്ചതല്ലേ സത്യത്തിൽ? ധർമ്മസ്വരൂപിയും സത്യവ്രതനും ശൂരനും സുദൃഢ വിക്രമനും എന്തും ചിന്തിച്ച് ചെയ്യുന്നവനും ഏതൊന്നും എപ്പോഴും ഓർമ്മയുള്ളവനും എല്ലാവരെയും സ്നേഹിക്കുന്നവനും ആത്മാവിൽ തന്നെ സമർപ്പിച്ചിട്ടുള്ളവനുമായിട്ടുള്ള അല്ലയോ ശ്രീരാമചന്ദ്ര, ഓരോരുത്തരുടെയും യുക്തിയും ബുദ്ധിയും അറിയത്തക്ക വിധം അഭിപ്രായം പറയിക്കുവാൻ ഉദ്ദേശിച്ച അങ്ങയുടെ ഈ ഒരു മനസ്സുണ്ടല്ലോ, അങ്ങയുടെ ഈ ഒരു ഭാവമുണ്ടല്ലോ, ആ ഭാവം വളരെ വലുതാണ്. കാരണം അങ്ങേക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങേക്ക് ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങ് ധർമ്മസ്വരൂപിയാണ്, സത്യവ്രതനാണ്, ശൂരനാണ്, സുദൃഢ വിക്രമനാണ്, എല്ലാം ചിന്തിച്ച് ചെയ്യുന്നവനാണ്. എന്നിട്ടും അങ്ങേക്ക് വേണമെങ്കിൽ ഇത് ഉറക്കെ ഇന്നത് ചെയ്താൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷേ ശ്രീരാമൻ അത് പറഞ്ഞില്ല. നോക്കണേ, നല്ലൊരു സംഘാടകന്റെ ഒരു ലക്ഷണമാണിത്. ലോകത്ത് ഇന്ന് ആവശ്യം ഒരു നല്ല സംഘാടകനെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കൂട്ടാളികളെ മുഴുവൻ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ ആരായുന്ന ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ഈ സംഘാടകനെ, ഈ ഒരു പ്രധാന സേവകനെ ഓരോരുത്തരോടും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ആ കുറഞ്ഞ ആശയത്തെ പോലും തൻ്റെ വലിയ ആശയത്തിലേക്ക് ഒരു സൗന്ദര്യമാക്കി ഒരു നല്ല പനിനീർ പുഷ്പമായി കൂട്ടിച്ചേർത്ത് വെച്ച് ആ ആശയത്തിന് ദാർഢ്യം കൊടുക്കാൻ പറ്റുന്ന ഈ നല്ല സംഘാടകനെയാണ് ശ്രീരാമചന്ദ്രനിലൂടെ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെ കൊണ്ടും അഭിപ്രായം പറയിക്കുവാൻ ഉദ്ദേശിച്ച അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ ആശയത്തെ വ്യക്തമാക്കാം. അവിടുത്തെ അമാത്യന്മാർ, അങ്ങയുടെ മന്ത്രിമാർ അമിത വിജ്ഞാനികളും കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും ഗാഢമായി ആലോചിക്കുന്ന സമർത്ഥരുമാണ്. നോക്കണേ, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും ഗാഢമായി ആലോചിക്കുന്ന സമർത്ഥന്മാരാണ് അങ്ങയുടെ മന്ത്രിമാരെല്ലാം. ഇതെന്തിനാണ് ലക്ഷ്മണൻ ഇതുപോലെ തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് എല്ലാവരും കേൾക്കെ ഇപ്രകാരത്തിൽ പറഞ്ഞത്?
നോക്കണേ, ഓരോരുത്തരുടെയും അഭിപ്രായത്തെ സ്വീകരിക്കാൻ അവർക്കൊന്നുകൂടി ഒരു പ്രേരണ നൽകുകയാണ് ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ വാക്കുകളെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട്. ഇവിടെ പുതുതായി ഒരു കാര്യവും പറഞ്ഞില്ല ലക്ഷ്മണൻ. ജ്യേഷ്ഠൻ എന്തു പറഞ്ഞോ അതിനെ മറ്റൊരു വിധത്തിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, മറ്റുള്ളവരിൽ ആരൊക്കെങ്കിലും ഇത് മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാക്കി തൻ്റെ അഭിപ്രായം പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ലക്ഷ്മണൻ പറയാൻ തുടങ്ങിയത്. ലക്ഷ്മണകുമാരൻ്റെ വാക്കുകൾ കുറിക്കുകൊണ്ടു ആദ്യമായി ഉടനെ തന്നെ അംഗദൻ, അതിബുദ്ധിമാനായിട്ടുള്ള യുവരാജാവ്, വിഭീഷണ പരീക്ഷയിലുണ്ടായ അഭിപ്രായത്തെ രഘുപതിയോട് ഉണർത്തിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, ശത്രുവിൻ്റെ സമീപത്തു നിന്ന് വന്നവൻ സർവഥാ സംശയിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. ഹൃദ്യമായ വാക്കുകൾ കേട്ട് പെട്ടെന്ന് വിശ്വസിക്കത്തക്ക വിധമാണ് വിഭീഷണനെ സ്വീകരിക്കുക എന്നത് എനിക്കത്ര തോന്നുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കണമെന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല. ഹൃദയ രഹസ്യങ്ങളെ അല്പം പോലും വെളിച്ചത്ത് കാണിക്കാതെ നടക്കുന്ന ഈ വക്രബുദ്ധികൾ അവർ പഴുത് കിട്ടിക്കഴിഞ്ഞാൽ ദ്രോഹിക്കും. കാരണം നമുക്ക് പലപ്പോഴും അത്തരക്കാരുടെ മനസ്സ്, ഹൃദയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പരിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവരെയും വിശ്വാസമാണ് ലോകത്തിൽ. എന്നാൽ ചിലരുണ്ട്, അവർ ഹൃദയ രഹസ്യങ്ങൾ അല്പം പോലും വെളിക്ക് കാണിക്കാതെ നടക്കുന്ന വക്രബുദ്ധികളാണവർ. അവർ പഴുത് കിട്ടിയാൽ ദ്രോഹിക്കും മഹാരാജാവേ. അതുകൊണ്ട് അതൊരു വലിയ അനർത്ഥമായി രൂപം കൊള്ളും. നന്മയും തിന്മയും മനസ്സിലാക്കിയിട്ട് വേണമല്ലോ കാര്യങ്ങൾ തീർച്ചപ്പെടുത്താൻ. ഗുണമുണ്ടെങ്കിൽ സംശയലേശമില്ലാതെ നമുക്ക് വിഭീഷണനെ സ്വീകരിക്കാം. ദോഷമാണെങ്കിലോ അതിനെ പരിത്യജിക്കണം മഹാരാജാവേ. ധാരാളം ദോഷങ്ങൾ നക്തഞ്ചരേന്ദ്രനിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കരുത്. അനേകം ഗുണങ്ങൾ കാണുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ അദ്ദേഹത്തിന് അഭയമേകണം. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അംഗദന്റെ അഭിപ്രായം. അംഗദൻ അഭിപ്രായം പറഞ്ഞ ഉടനെ തന്നെ ശരഭൻ തൻ്റെ അഭിപ്രായത്തെ എല്ലാവരോടുമായി പറഞ്ഞു. അതിസമർത്ഥനായ ഒരു ചാരനെ അതിവേഗത്തിൽ അസുരവരന്മാരുടെ അടുത്തേക്ക് നമ്മൾ അയക്കണം. അതിസാമർഥ്യത്തോടെ അവരെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിഞ്ഞ് പിന്നീട് നമുക്ക് ചാരൻ്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ന്യായമായത് ചെയ്യാം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ജാമ്പവാൻ ശാസ്ത്രാനുസാരം ചിന്തിച്ച് ദോഷമില്ലാത്തതും ഗുണമുള്ളതുമായ വാക്കുകൾ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. അലയോ ദേവ, മഹാപാപിയും കഠിന ശത്രുവായ രാവണന്റെ അനുജൻ ദേശകാലങ്ങൾക്ക് യോജിക്കാത്ത മട്ടിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാ വിധത്തിലും നമ്മൾ ശങ്കയോടുകൂടി വേണം അദ്ദേഹത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു ശങ്കയുമുണ്ട്. ഉടനെ തന്നെ മൈന്ദൻ, നയാനയങ്ങളിൽ വിശാരദനും കൂർമ്മബുദ്ധിയുള്ളവനുമായിട്ടുള്ള മൈന്ദനാണ് യുക്തിയോടുകൂടി അടുത്തതായി പറഞ്ഞത്. മൈന്ദൻ പറഞ്ഞു, രാക്ഷസ ചക്രവർത്തിയുടെ അനുജനാണ് വന്നിട്ടുള്ളത്. സമർത്ഥനായൊരു ചാരനെ അവൻ്റെ സമീപത്തേക്ക് അയച്ച് അവൻ്റെ മനസ്ഥിതി എന്താണെന്ന് തികച്ചും വ്യക്തമായി നമ്മൾ അറിയണം. ദുഷ്ടനോ ശിഷ്ടനോ എന്ന് മനസ്സിലാക്കുവാൻ നരേന്ദ്രനായ അങ്ങേക്ക് സാധിക്കും. അവിടുത്തെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതാണ് സത്യമായി ഭവിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഈ അമാത്യന്മാരിൽ ഉത്തമനായിട്ടുള്ള, അമേയ സംസ്കാരമുള്ളവനായിട്ടുള്ള, വാക്യജ്ഞനായിട്ടുള്ള, വാഗ്വിതാംബരനായിട്ടുള്ള, അചിന്ത്യശക്തനായിട്ടുള്ള, അനിലാത്മജനായിട്ടുള്ള ആ ഹനുമാൻ ഇതെല്ലാം കേട്ടുകൊണ്ട് പതുക്കെ അർത്ഥപൂർണമായ വാക്കുകൾ മൃദുവായി ചുരുക്കത്തിൽ പറയാൻ തുടങ്ങി. ആ പറയുന്ന വാക്കുകൾ അർത്ഥപൂർണമാണ്, പക്ഷെ പറയുന്ന ഭാവം മൃദുവാണ്. ഇവിടെ ഹനുമാൻ എല്ലാം കേട്ട് മനസ്സിലാക്കി ഓരോരുത്തരുടെയും അഭിപ്രായത്തെ മനസ്സിലാക്കുന്ന ആ ഹനുമാൻ, കൂർമ്മബുദ്ധിയുള്ള ആ സൂക്ഷ്മനയനൻ, തൻ്റെ അഭിപ്രായത്തെ മൃദുവായാണ് പറയാൻ പോകുന്നത്. ഏതായാലും ഹനുമാൻ ആലോചിച്ചുറപ്പിച്ച് പറയാൻ പോകുന്ന ഈ ഒരു വാക്കാണ് രാമായണത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഹനുമാന്റെ ഈ വാക്കുകൾ, പറയാൻ പോകുന്ന ഹനുമാന്റെ വാക്കുകൾ നമുക്ക് അടുത്ത ഒരു ക്ലാസിൻ്റെ ആരംഭത്തിൽ കേൾക്കാം. അതുകൊണ്ട് ഈ ഒരു സമയം വെച്ചുകൊണ്ട് ഇന്നത്തെ രാമായണ പഠനത്തിന് നമുക്ക് സമാപനം കുറിക്കാം. വളരെ വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.